സിനിമാ പ്രമോഷനായി കോളേജിലെത്തിയ നടൻ ബിബിൻ ജോർജിനെയും താരങ്ങളെയും കോളേജ് പ്രിൻസിപ്പാൾ അപമാനിച്ചിറക്കിവിട്ടതായി ആക്ഷേപം. EMS KVM വാളാഞ്ചേരി കോളേജിലാണ് സംഭവം. ഗുമസ്തൻ ചിത്രത്തിന്റെ പ്രമോഷനു വേണ്ടിയും കോളേജ് മാഗസിൻ പ്രകാശനത്തിനുമായിട്ടാണ് ബിബിൻ ജോർജ് കോളേജിലെത്തിയത്. സദസ്സിൽ സംസാരിക്കാൻ തുടങ്ങിയ താരത്തിനോട് മാഗസിൻ പ്രകാശനത്തിനു ശേഷം പെട്ടെന്ന് മടങ്ങാനാണ് കോളേജ് പ്രിൻസിപ്പാൾ ആവശ്യപ്പെട്ടത്. ആദ്യം സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുവരാം. വേറൊന്നും പറയണ്ട, ഇത് പറഞ്ഞോളാനാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, എന്താണ് ആ കോളേജിൽ സംഭവിച്ചത്? ബിബിൻ ജോർജും സിനിമയുടെ മറ്റ് പ്രധാന അണിയറ പ്രവർത്തകരും എല്ലാം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വേദിയിൽ സംസാരിക്കാൻ തുടങ്ങിയ ബിബിനോട് പ്രിൻസിപ്പാൾ എന്താണ് പറയുന്നത്? എന്ത് സാഹചര്യത്തിലാണ് ബിബിനെ പരിപാടി പൂർത്തിയാക്കാതെ മടങ്ങേണ്ടി വന്നത്? മാർലിവ ഇത്തരത്തിൽ ഗുമസ്തൻ എന്ന സിനിമയുടെ പ്രമോഷനായി കോളേജിലെത്തിയ നടൻ ബിബിൻ ജോർജിനെയും താരങ്ങളെയും കോളേജ് പ്രിൻസിപ്പൽ അപമാനിച്ചിറക്കിവിട്ട ഈ ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. ഏകദേശം ഒരാഴ്ച മുൻപ് നടന്ന സംഭവമാണിത്. MES KVM വാളാഞ്ചേരി കോളേജിലാണ് താരത്തിന് ഇത്തരത്തിലൊരു അപമാനം നേരിടേണ്ടി വന്നത്. ചിത്രത്തിൻ്റെ പ്രമോഷന് വേണ്ടിയും കോളേജ് മാഗസിൻ പ്രകാശനത്തിനുമായിട്ടാണ് ബിബിൻ ജോർജ് കോളേജിലേക്ക് എത്തിയത്. മാഗസിൻ പ്രകാശനത്തിനായി ബിബിൻ വേദിയിലെത്തിയതോടെ വിദ്യാർത്ഥികൾ ഗുമസ്തൻ എന്ന് ആർപ്പ് വിളിക്കാൻ തുടങ്ങി. അത് ആ സിനിമയുടെ പേരാണ്. ഇതാണ്, അതായത് ഈ ഒരു സിനിമയുടെ പേരിലും ആ ഒരു ബിബിൻ്റെ പേരിലുമൊക്കെ വിദ്യാർത്ഥികൾ ആർപ്പ് വിളിച്ചത് ഈ ഒരു പ്രിൻസിപ്പലിനെ ചൊടിപ്പിക്കുകയായിരുന്നു. ബിബിൻ ചിത്രത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംസാരിക്കാൻ തുടങ്ങിയതോടെ പ്രിൻസിപ്പൽ വരികയും സ്റ്റേജിലേക്ക് വരികയും പുസ്തകം പ്രകാശനം ചെയ്താൽ മാത്രം മതി, മറ്റൊന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോകാൻ താരത്തോട് ആവശ്യപ്പെടുകയുമായിരുന്നു. വിളിച്ചു വരുത്തിയുള്ള ഒരു അപമാനം സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിബിൻ വളരെ വൈകാരികമായി ഈ ഒരു വേദി വിട്ടത്. ജയശങ്കർ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? കാരണം ഇത് കുറച്ച് നാളായി സംഭവിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. എന്തുകൊണ്ട് ഈ ഒരാഴ്ചയൊക്കെ പിന്നിട്ടിട്ടും ഇത് ഇതുവരെ പുറത്തേക്ക് വന്നില്ല? അതെ മാർലിവ, ഇത് ഏകദേശം ഒരാഴ്ച മുൻപ് നടന്ന സംഭവമാണ്. ഗുമസ്തൻ തിയേറ്ററിൽ എത്തുന്നതിന് ഒരാഴ്ച മുൻപ് സെപ്റ്റംബർ അവസാന വാരം വരെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ബിബിൻ ജോർജോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരോ എവിടെയും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരാണ് ഈ ഒരു മാധ്യമ പ്രവർത്തകരുടെ ഈ ഒരു ചോദ്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഈ ഒരു സംഭവത്തെ പറ്റി പുറത്തു പറയുന്നത്. സംഭവത്തിൻ്റെ വീഡിയോ അടക്കമാണ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായെന്നും കോളേജ് മാഗസിൻ പ്രകാശനം ചെയ്യണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിബിൻ ജോർജ് അടക്കമുള്ള താരങ്ങളും അണിയറ പ്രവർത്തകരുമായി ഞങ്ങൾ കോളേജിലേക്ക് എത്തുന്നതെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. കോളേജിൻ്റെ ഗേറ്റ് മുതൽ തന്നെ ഗുമസ്തൻ സിനിമയുടെ പോസ്റ്ററുകളും ബാനറുകളും നിരത്തി വളരെ സന്തോഷപൂർവ്വം കുട്ടികളും അധ്യാപകരും ഞങ്ങളെ സ്വാഗതം ചെയ്തു. പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ 3ാം നിലയിലുള്ള ഫ്ലോറിലാണ്. നമുക്കറിയാം, ഈ ബിബിൻ ജോർജ് ചെറുതായിട്ട് കാലിനൊക്കെ സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിൽ സ്വന്തമായി നമ്മൾ നിവിൻ പോളിയെ പറ്റിയൊക്കെ പറയുന്ന പോലെ സ്വന്തമായി വഴിവെട്ടി വന്ന ഒരു കലാകാരനാണ്. നിരവധി സിനിമകളുടെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഏകദേശം 5-6 സിനിമകളിലൊക്കെ നായകനെ അഭിനയിച്ചു കഴിഞ്ഞു. അത്തരത്തിൽ കാലിന് സുഖമില്ലാത്ത ബിബിൻ ജോർജ് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് മുകളിലത്തെ നിലയിൽ വരെ എത്തിയത്. വളരെ സ്നേഹത്തോടെയാണ് അധ്യാപകരും കോളേജും തങ്ങളെ വേദിയിലേക്ക് ക്ഷണിച്ചതും എന്നും ഇവർ പറയുന്നുണ്ട്. ആദ്യം വേദിയിൽ സംസാരിച്ചത് ബിബിനാണ്. ബിബിൻ ജോർജ് സംസാരിക്കാൻ ആരംഭിച്ചതും വേദിയിൽ ഉണ്ടായിരുന്ന കുട്ടികൾ ഗുമസ്തൻ എന്ന് ആർത്തു വിളിച്ചു. ഇതൊക്കെ നമുക്കറിയാമല്ലോ. സാധാരണ ഇത്തരത്തിലുള്ള സിനിമാ പ്രൊമോഷൻ്റെ ഭാഗമായൊക്കെ എത്തുമ്പോൾ കുട്ടികളൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു സന്തോഷ പ്രകടനത്തിൻ്റെ ഭാഗമാണിത്. പക്ഷേ ഇതോടെ പ്രിൻസിപ്പൽ വേദിയിലേക്ക് കയറി വരികയും രൂക്ഷമായ ഭാഷയിൽ പുസ്തക പ്രകാശനം ചെയ്ത ശേഷം മറ്റൊന്നും സംസാരിക്കാതെ ഇറങ്ങിപ്പോകാനും ആവശ്യപ്പെട്ടു എന്നാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജെയ്സ് ജോസ് പറയുന്നത്. എന്തായാലും വളരെ വൈകാരികമായ ചില നിമിഷങ്ങളായിരുന്നു. ആ ഒരു ഓർമ്മകളൊക്കെ ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർലിവ, ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രസ് മീറ്റിൽ ബിബിൻ നടത്തിയ ചില ഈ ഒരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വിവാദത്തിനെ പറ്റിയിട്ട് പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങേയറ്റം പക്വമാണ്. ഏതൊരു കലാകാരനും അത് കണ്ടുപഠിക്കേണ്ടതാണെന്ന് പറയേണ്ടി വരും. എന്തെങ്കിലും വിവാദമുണ്ടായി നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കുറേ ആളുകൾ ആ പുള്ളിയുടെ
കുട്ടിയുടെ വീട്ടുകാരെ അടക്കം തെറി പറയും. പിന്നെ അതിൻ്റെ പുറകിൽ വേറെ 2 അഭിപ്രായങ്ങൾ വരും. സത്യം പറഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ ഗുമസ്തന് ഇത് വലിയ പ്രൊമോഷനായതിന്. സത്യസന്ധമായിട്ട് വിഷമമുണ്ടായ സംഭവം തന്നെയാണെന്ന് താരം പറയുന്നു. പക്ഷേ അത് പുറത്തു പറയാനും അദ്ദേഹത്തിന് അതൊരു വിഷമമുണ്ടാക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. അതായത് ഒരു പ്രിൻസിപ്പളിന് വിഷമമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഇത്രയും കാലം ഇത് പറയാതിരുന്നതെന്നും നടൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയും അത് പറയുന്നില്ല. അതൊരു ചെറിയ സംഭവമായിട്ട് ഞങ്ങളത് വിട്ടുകളയുകയാണെന്നുള്ള രീതിയിലാണ് വളരെ പക്വമായ രീതിയിൽ ആ ഒരു വിവാദത്തിനെ ആളിക്കത്തിക്കാതെ താരം ആ ഒരു സംഭവത്തിനെ പറ്റി പറയുന്നത്. മാർലിവ, അത്തരത്തിലാണെങ്കിൽ തീർച്ചയായും ആ ഒരു ബിബിൻ ജോർജ് എന്ന ആ ഒരു കലാകാരൻ ഒരു വലിയ കയ്യടി തന്നെ അർഹിക്കുന്നു. അത്തരത്തിലൊക്കെ ചിന്തിക്കാൻ ഉള്ളൊരു പക്വത ഈ ഒരു വിഷയത്തിൽ കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിനു മുൻപും കലാകാരെ പലതരത്തിൽ അപമാനിക്കുന്ന സ്റ്റേജുകളിൽ പൊതുവേദികളിൽ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം അവിടെ വിളിച്ചു വരുത്തിയ ഒരു ഗസ്റ്റ് എന്ന ഇതിൽ വരുമ്പോൾ ഇത്തരത്തിൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഒക്കെ വലിയ കാർക്കശ്യത്തിനും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ ഇവർ പാത്രമാകേണ്ടി വരാറുണ്ട്. എന്തായാലും ഇപ്പോൾ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. കലാകാരനെ വളരെ വിഷമകരമായ രീതിയിലാണ് കോളേജ് പ്രിൻസിപ്പാൾ സമീപിച്ചത്. പക്ഷേ കുട്ടികളുടെ ഭാഗത്തുള്ള പ്രതികരണം കൂടെ ഒന്ന് പറയാമോ ജയശങ്കർ? അതെ മാർലിവ, ആ ഒരു ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടെ യാത്ര പറഞ്ഞാണ് ബിബിൻ കോളേജിൽ നിന്ന് മടങ്ങിയത്. അതായത് ഈ ഒരു സംഭവം കുട്ടികളിലും വലിയ രീതിയിലൊക്കെ വിഷമമുണ്ടാക്കി. താരം വണ്ടിയിൽ കയറിയതിന് പിന്നാലെ കോളേജിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം എത്തി നടനോട് ഒരു ക്ഷമാപണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്തു. അതായത് തിരിച്ച് വേദിയിലേക്ക് വരണമെന്ന് പറയുന്നു. ദൃശ്യങ്ങൾ കാണാം. ആ ഒരു കോളേജ് പരിസരത്ത് മുകളിലത്തെ നിലയിലടക്കം വിദ്യാർത്ഥികൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ ഈ ഒരു താരത്തിനോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനൊക്കെ ഉള്ളൊരു കാലഘട്ടം ആ ഒരു വിദ്യാർത്ഥികൾക്കായില്ലെങ്കിൽ പോലും വളരെ വൈകാരികമായി തന്നെ അവരും ഈ ഒരു വിഷമഘട്ടം താരത്തിന് ഈ ഉണ്ടായ ഒരു അപമാനത്തിലൊക്കെ അവരും ഒരു സങ്കടപ്പെടുന്ന കാഴ്ചയാണ്. പക്ഷേ വളരെ പക്വതാപൂർവമായി, അതായത് വലിയ രീതിയിലുള്ള പരിഭവം ഒന്നും കാണിക്കാതെ തൻ്റെ കാലിന് വയ്യാത്തതാണെന്നും ഇനി വീണ്ടും 3 നില കയറാൻ തനിക്കാവില്ലെന്നും ഒക്കെ പറഞ്ഞ് താരം തിരിച്ച് മടങ്ങുകയായിരുന്നു. വളരെ പക്വമായ രീതിയിൽ, അതായത് കുട്ടികളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഇതാണ് സംഭവം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു താരം മടങ്ങുകയായിരുന്നു ചെയ്തത്. മാർലിവ, എന്തായാലും കുട്ടികൾ വളരെ മാന്യമായി തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുന്ന ഒരു അവസരത്തിൽ എത്തിയത് എന്തായാലും അദ്ദേഹത്തിന് ഒരു പക്ഷേ നല്ല രീതിയിലുള്ളൊരു തിരിച്ചുപോക്ക് ആ ഒരു അനുഭവമെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ എന്ന് തന്നെയാണ് പറയേണ്ടത്.